ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മളിവിടെ പ്രാഥമിക തലത്തിൽ ധർമാചരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആദ്യം ധർമ്മം എന്താണെന്നൊരു പരിചയം പറഞ്ഞു. ഈ പ്രപഞ്ച വ്യവസ്ഥ, ഈ പ്രപഞ്ച താളം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. അത് നമ്മുടെ വൈദികമായ അഥവാ സനാതന ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോ അവസ്ഥയ്ക്കനുസരിച്ചും, അതായത് വിദ്യാർത്ഥി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നിങ്ങനെയുള്ള വ്യത്യസ്ത അവസ്ഥകളിൽ വിഭിന്നമാണ്. എല്ലാവരെ സംബന്ധിച്ചും പ്രസക്തമായ 3 ഉപദേശങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദ. തുടർന്ന് ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് സവിശേഷമായിട്ട് ഉപദേശിക്കുകയാണ്. ആദ്യം തന്നെ ഉചിതമായ രീതിയിൽ വിവാഹ സംസ്കാരം ചെയ്ത് പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അധികം വിസ്തരിച്ചിട്ടില്ല, സാമാന്യമായി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ സദസ്സിൽ നിന്ന് സംശയമുണ്ടാകുന്നതിനനുസരിച്ചാണ് വിശദീകരിക്കേണ്ടത്. അങ്ങനെ കുടുംബജീവിതം നയിക്കുമ്പോൾ എന്ത് സാഹചര്യ സമ്മർദ്ദങ്ങൾ വന്നാലും, എന്ത് പ്രേരണകൾ വന്നാലും ഒരിക്കലും സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും നമ്മൾ നീക്കുപോക്കുകൾ ചെയ്യും. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അച്ഛന് വേണ്ടിയിട്ടല്ലേ, പത്നിക്ക് വേണ്ടിയിട്ടല്ലേ, പതിക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, കുട്ടിക്കൊരു ജോലി കിട്ടാനല്ലേ, കല്യാണം നടക്കാനല്ലേ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കും. പിന്നീട് അതിൻ്റെ ദുരന്തങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവയെ അഭിമുഖീകരിച്ച് തളരും. ഇത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഇന്നത്തെ ഒരു ചെയ്തി കൊണ്ട് നാളെ ദുഃഖിക്കാൻ ഇടവരരുത്. നാളെ മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ നാളെ ടെൻഷനാവും, സ്ട്രെസ്സാവും, മാനസിക വിഭ്രാന്തികളാവും, അസ്വസ്ഥതയാവും. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഏതായാലും അങ്ങനെ ജീവിക്കുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഒപ്പത്തിനൊപ്പം പറഞ്ഞു, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെ വേണോ അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഐശ്വര്യം
സൽക്കർമ്മങ്ങളിൽ നിന്നേ ഉണ്ടാവൂ. ഐശ്വര്യം അവനവൻ്റെ കർത്തവ്യത്തെ കുശലതയോടുകൂടി ചെയ്യുന്നതിലൂടെയേ ഉണ്ടാവൂ. അപ്പം നമ്മുടെ തൊഴിൽ മേഖലകൾ കുശലതയോടുകൂടി പ്രവർത്തിക്കണം. അതാണ് ഐശ്വര്യത്തിന് വേണ്ടത്. അല്ലാതെ ഐശ്വര്യത്തിന് കുറുക്ക് വഴികളൊന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുറുക്ക് വഴികൾ പറയുന്നവരുടെ പിടിയിൽപ്പെട്ടാൽ, വലയിൽപ്പെട്ടാൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ നിനക്ക് അങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കി തരാം, ഇങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞ ഭാഗം വേദമനുച്യാചാര്യോ അന്തേ വാസിന മനുഷാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സി സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം. ഇത്രയുമാണ്. തുടർന്ന് പറയുകയാണ്, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും മടിച്ച് പിന്മാറരുത്. തൊട്ടടുത്ത മന്ത്രം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവകാര്യങ്ങളിൽ നിന്നും പിതൃകാര്യങ്ങളിൽ നിന്നും മടിച്ച് പിന്മാറരുത്. ഇതിൻ്റെ വിസ്തരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം ചില ആശയങ്ങൾ പറയട്ടെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കൽ എളുപ്പമാവും. നോക്കൂ, വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് കർമ്മങ്ങൾ പ്രധാനമായിട്ട് 4. നമ്മൾ കർമ്മം എന്നെപ്പോഴും പറയാറുണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങൾക്കനുസരിച്ച് പലവിധ കർമ്മങ്ങളുണ്ട്. എങ്കിലും വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാനമായി 4 വിധം കർമ്മങ്ങളാണ്. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യം എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യേണ്ടത്, ഒന്ന് കുറയ്ക്കണേ, നിത്യവും ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തത്, ദിവസവും ചെയ്യണം, ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. ഏതൊക്കെയാ അവിടെ ചിന്തിക്കാം. രണ്ടാമത്തത് നൈമിത്തികമാണ്. നൈമിത്തികം എന്ന് പറഞ്ഞാൽ എന്നും ചെയ്യേണ്ടതല്ല, നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടത്. നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, കുഞ്ഞിന് പേരിടണമെന്ന് വിചാരിച്ചോളൂ. കുഞ്ഞ് ജനിച്ചിട്ട് പേരിട്ടാൽ പോരെ, അതിന് മുമ്പ് പേരിടണം. അല്ലെങ്കിൽ അച്ഛൻ്റെ ശരീരം കൊണ്ടുപോയി കത്തിക്കണം എന്ന് വിചാരിച്ചോളൂ, നൈമിത്തിക. അച്ഛൻ മരിച്ചിട്ട് കത്തിച്ചാൽ പോരെ, അല്ല ജീവനുള്ളപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടതാണ് നൈമിത്തികം. അപ്പം നിത്യവും ചെയ്യേണ്ടത്, നൈമിത്തികം നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് കാമ്യം. കാമ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങൾ പാടില്ല എന്നൊന്നും പറയുന്നില്ല. ആ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. നാലാമത് പ്രായശ്ചിത്ത കർമ്മങ്ങൾ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ
അപ്പം നമ്മളൊക്കെ നിശ്ചയമായും ചെയ്തിരിക്കണം എന്നുള്ള വിഹിത കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ, അഥവാ ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ള നിഷിദ്ധങ്ങൾ ചെയ്തു പോയാൽ, ഇത് രണ്ടും സംഭവിക്കാം മനുഷ്യ ജീവിതത്തിൽ. ചെയ്യരുതാത്തത് ചെയ്തു പോവാം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാം. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിൽ നിന്ന് അപരാധം ഉണ്ടാവും. ഈ അപരാധമാണ് പാപമായി മാറുന്നത്. അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാവുന്നത്. ഈ അപരാധത്തെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പൊ ഈ 4 വിധ കർമ്മങ്ങളിൽ നിശ്ചയമായും എല്ലാവരും ചെയ്യണം എന്നുള്ളത് 2 എണ്ണമാണ്: നിത്യവും നൈമിത്തികവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാമ്യകർമ്മം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാം. സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്തോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും യാഗം ചെയ്യണോ? സ്വർഗം ആഗ്രഹിക്കുന്ന ആൾ ചെയ്താൽ പോരെ? എനിക്ക് സ്വർഗത്തിൽ ഒരാഗ്രഹവും ഇല്ല, എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയാലും ഞാൻ സ്വർഗത്തിലേക്ക് വരില്ല. അതിനേക്കാൾ എത്രയോ സുഖം ഇവിടെയാണ്, അതിനേക്കാൾ എത്രയോ സുഖം നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് ഞാൻ ഇല്ലേ ഇല്ല. എത്ര കഷ്ടപ്പാടാ സ്വർഗത്തിൽ പോയാൽ ഉണ്ടാവുകയെ. എനിക്കറിയില്ലേ, ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. എന്നോടൊരാൾ ചോദിച്ചു, ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വാമി സ്വർഗത്തെക്കുറിച്ചൊന്ന് വർണ്ണിച്ചു തരുമോ എന്ന് ചോദിച്ചു. പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ, ഇത്ര കൊല്ലായില്ലേ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. എവിടെ ചെന്നാലും ചോദ്യോത്തരത്തിന് അനുവാദവും കൊടുക്കും. അപ്പം എത്ര സ്ഥലത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു അമ്മ ചോദിച്ചത് എപ്പോഴും ഓർമ്മയാണ്. അമ്മ, സ്വാമി സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞുതരാം, വളരെ വിസ്തരിച്ച് പറഞ്ഞുതരാം. പക്ഷേ 3 വ്യവസ്ഥ ഉണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ, ഈ അമ്മ മരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ, ഞാൻ മരിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടും കാണണം. നല്ല സ്വർഗത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്കെങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് അറിയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തർ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയണത് കേട്ട് അങ്ങനെ കോരിത്തരിക്കും കിട്ടുമോ? ഇങ്ങനെ മദ്യം അങ്ങനെ ഒഴുകണത്, കുപ്പിയിലാക്കി കൊണ്ടുവരണത്, 1072 സുന്ദരിമാർ കൊണ്ട തരണതൊക്കെ അങ്ങനെ പറയണ കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോരിത്തരി. അവൻ കണ്ടിട്ടാ? അതുപോലെ നരകത്തെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടോണ്ടല്ലോ, തലമുട്ടീൻ്റെ മുകളിൽ കൂടെ നടത്തിക്കണത്, അങ്ങനെ ചലവും ചോരയും കഫമൊക്കെ കൂടി നിറഞ്ഞ പുഴയിൽ കൂടെ നീന്തിക്കണത്. അയ്യോ, പറയണത് കേട്ടാൽ വിചാരിക്കും ഇപ്പോൾ അവൻ അനുഭവിച്ചിങ്ങോട്ട് വരികയാണ്. വെറുതെ പറയുകയാണേ. ആരും ചോദിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരാൾ ചോദിക്കണ്ടേ, അല്ല നിങ്ങളിത് പറഞ്ഞിട്ട് പറയുകയാണോ? എന്താ ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 3 വ്യവസ്ഥ. വ്യക്തമായില്ലോ? എനിക്കറിയില്ല സ്വർഗത്തെക്കുറിച്ച്. എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാം, ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അറിയാം, ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് അറിയാം. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നറിയാം. വേറൊന്നും അധികമൊന്നും അറിയില്ല. അപ്പൊ സ്വർഗം ആഗ്രഹിക്കുന്ന ആൾ മതി യാഗം ചെയ്യാം, അല്ലാത്ത ആൾ യാഗം ചെയ്യണ്ട. അത് ശ്രദ്ധിക്കുക. ഇനി പ്രായശ്ചിത്തം, എന്തോ അപരാധം വന്നു പോയി എന്ന് ചിന്തയുള്ള ആൾ പോരെ പ്രായശ്ചിത്തം ചെയ്യുക? എന്താ അഭിപ്രായം? എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നുപോയി, അപരാധം വന്നുപോയി എന്ന് ചിന്ത ഉള്ള ആൾ മതി പ്രായശ്ചിത്തം ചെയ്യുക, അല്ലാണ്ട് എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ചെയ്യേണ്ടത് നിത്യവും നൈമിത്തികവുമാണ്. വ്യക്തമാണല്ലോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് അല്പം പറയാം, നിത്യനൈമിത്തികങ്ങളെക്കുറിച്ച്. മറ്റതവിടെ മാറ്റി വയ്ക്കുക. ഈ കാമ്യവും പ്രായശ്ചിത്തവും. കാമ്യം വേണ്ട, പ്രായശ്ചിത്തം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ വേണ്ടവർ ചിന്തിച്ചോട്ടെ. ഇതെല്ലാവരും ചിന്തിക്കേണ്ടതാ, നിത്യവും നൈമിത്തികവും. അപ്പം നിത്യകർമ്മങ്ങൾ നിശ്ചയമായും ചെയ്യേണ്ടത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മചാരിയെ സംബന്ധിച്ചും ഗൃഹസ്ഥനെ സംബന്ധിച്ചും വാനപ്രസ്ഥനെ സംബന്ധിച്ചും സന്യാസിയെ സംബന്ധിച്ചും വ്യത്യസ്തമാണ് എന്ന്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് പ്രായേണ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചാണ്.
അപ്പം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നിത്യകർമ്മങ്ങൾ പഞ്ചമഹായജ്ഞങ്ങളാണ്. 5 മഹായജ്ഞങ്ങൾ ദിവസവും ചെയ്യണം. ഒരു കാരണവശാലും മുടക്കരുത്. ഓർമ്മിക്കണേ, ഒരു കാരണവശാലും മുടക്കരുത്. 5 യജ്ഞം ദിവസവും ചെയ്യണം. ദിവസവും. ഏതാണ് ഈ 5 യജ്ഞങ്ങൾ? മനു തൻ്റെ സ്മൃതിയിൽ പറഞ്ഞു തരും. അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർഭൗതോ, നൃയജ്ഞോ തിഥിപൂജനം. ഒന്നാമത് പറയുന്നത് അധ്യാപനം, പഠിപ്പിക്കുക. അതാണ് ബ്രഹ്മയജ്ഞം. അപ്പോൾ ഒരു യജ്ഞം ബ്രഹ്മയജ്ഞം, ബ്രഹ്മയജ്ഞമാണ്. എന്താ ബ്രഹ്മയജ്ഞം? മനു പറഞ്ഞു പഠിപ്പിക്കുക. നമുക്കല്പം വിശദമായി ചിന്തിക്കാം. രണ്ടാമത്തത് പിതൃയജ്ഞം. എന്താ പിതൃയജ്ഞം? തർപ്പണം. മൂന്നാമത് പറഞ്ഞു ദൈവയജ്ഞം, ഹോമം. പിന്നെ ഭൂതയജ്ഞം, ബലി. മനുഷ്യയജ്ഞം, അതിഥി പൂജനം. ഇങ്ങനെ 5 യജ്ഞങ്ങൾ. അപ്പം ഇത് ചെയ്യണം എന്നിപ്പോൾ ഒരാൾ പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ ഇത് ചെയ്യണത് എന്നൊരു ചോദ്യമല്ലേ. ഇപ്പം നിർബന്ധമായി ചെയ്യണം. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞുകൊണ്ട്. അത് നടക്കുമോ? ഏയ്, അത് പറ്റില്ല, അത് സാധ്യമല്ല. അല്ലെങ്കിൽ വേദം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ട്, മനു നിർദ്ദേശിച്ചത് കൊണ്ടെന്നൊന്നും പറഞ്ഞാൽ അത് നടപ്പില്ല. നമ്മളെ സംബന്ധിച്ച് യുക്തിപൂർവം എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം എന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് നിർബന്ധമായും ഈ യജ്ഞം ചെയ്യണമെന്ന് പറയുന്നത്? നോക്കൂ, നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ശരീരം നമുക്കുണ്ട്. ഇതുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ മനുഷ്യരായിരിക്കണത്. ഇത് നമുക്ക് എവിടുന്ന് കിട്ടി? ആകാശത്ത് വീണ് കിട്ടിയതാ? അല്ല. അമ്മ, അച്ഛൻ. അവർക്കോ അമ്മ, അച്ഛൻ. ഇങ്ങനെ ഒരു പിതൃപരമ്പരയിൽ നിന്നാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത്. ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടും അച്ഛനോടുമാണ്. അതില്ല എന്നാർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? ഏയ്, എനിക്ക് അമ്മയോടൊരു കടവും ഇല്ല, എനിക്ക് അച്ഛനോടൊരു കടവും ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. ഒന്നാമത്തെ കടമാണ് നമുക്ക് പിതൃക്കളോടുള്ള കടം. കടമയല്ല കേട്ടോ. ആരും അമ്മയോട് അച്ഛനോട് കടമുണ്ട് എന്നല്ല പറയേണ്ടത്, കടമുണ്ടെന്നാണ്. അമ്മയ്ക്ക് അച്ഛന് മക്കളോട് കടമില്ല, കടമയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. കടം വീട്ടിയേ മതിയാവൂ, ഒരൊഴിവ് കഴിവുമില്ല. കടമുണ്ടെന്ന് പറഞ്ഞാൽ മൊറട്ടോറിയം ഉണ്ടാവുമോ, സബ്സിഡി കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്, പൊതുവേ ഉള്ളൊരു ആലോചനയാണ്. ഒരു സബ്സിഡിയും ഇല്ല, മൊറട്ടോറിയം ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ തന്നെ വേണം. പിതൃക്കളോട്ടുള്ള കടം. നോക്കൂ, രണ്ടാമത് ചോദിക്കട്ടെ, ഈ മനുഷ്യ ശരീരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യ ശരീരമുള്ള എല്ലാവരും മനുഷ്യരാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും അല്ല. നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുന്ന, അല്ലെങ്കിൽ നൊന്തുപെറ്റ കുഞ്ഞിനെ കല്ലിനടിച്ചു കൊല്ലുന്ന അമ്മ, തന്നെ പ്രസവിച്ച അമ്മയെ വെട്ടി കൊല്ലുന്ന മകൻ, ഇതൊക്കെ എങ്ങനെയാ മനുഷ്യരാന്ന് പറയുക? അപ്പം മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ സവിശേഷമായ മാനുഷിക സംസ്കാരം നമ്മളിൽ വേണം, മനുഷ്യത്വം. ഈ മനുഷ്യത്വം നമുക്ക് എവിടുന്ന് കിട്ടി എന്നാലോചിച്ച് നോക്കൂ. എവിടുന്നാ നമുക്ക് മനുഷ്യത്വം കിട്ടിയേ? കുറച്ച് ജന്മനാ കൊണ്ടുവന്നു,
കുറച്ച് അമ്മയിൽ നിന്ന് കിട്ടി, കുറച്ച് അച്ഛനിൽ നിന്ന് കിട്ടി, കുറച്ച് ഗുരുജനങ്ങളിൽ നിന്ന് കിട്ടി, കുറച്ച് സമൂഹത്തിൽ നിന്ന് കിട്ടി. ഇവർക്കൊക്കെയോ ഇവർക്കും ഇതുപോലെ, അവർക്കൊക്കെയോ അവർക്കും അതുപോലെ. അങ്ങനെ പിന്നിലേക്ക് പോയാൽ ഒരു സംശയമില്ലാതെ പറയാം, നമ്മൾ ഋഷിമാരിൽ എത്തിച്ചേരും. ഋഷീശ്വരന്മാർ ഉപദേശിച്ച ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നാണ് മാനുഷിക സംസ്കാരത്തിൻ്റെ ഉദ്ഭവം. അഗ്നിയെ വശീകരിക്കുന്നത് മുതൽ ഇങ്ങോട്ട് അവർ പറഞ്ഞു തന്നിരിക്കുക. അഗ്നിയെ വശീകരിച്ചപ്പോഴാണല്ലോ മനുഷ്യൻ സംസ്കാര സമ്പന്നനാവുന്നത്, അല്ലേ? എന്താ അഭിപ്രായം? നല്ലോണം ചിന്തിച്ചു നോക്കൂ. മറ്റ് ജന്തുക്കളിൽ നിന്ന്, മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ സംസ്കൃതനാവുന്നതിൻ്റെ ആരംഭം അഗ്നിയെ വശീകരിക്കുന്നതാ. പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു, ചുട്ട് കഴിക്കാൻ തുടങ്ങുന്നു, വേവിച്ച് കഴിക്കാൻ തുടങ്ങുന്നു, ആ അഗ്നിയുടെ വെളിച്ചം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവിടെ മുതൽക്ക് ആരംഭിക്കുന്നു വേദം നൽകുന്ന ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രകാരത്തിലുമുള്ള ഉയർച്ചയ്ക്ക് കാരണക്കാരനായി അഗ്നിയെ തിരിച്ചറിയുന്നത് മുതൽ വേദം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു സംശയമില്ലാതെ പറയാം, മാനവിക സംസ്കാരത്തിൻ്റെ ആദിമ സ്രോതസ് തേടിപ്പോയാൽ നമ്മൾ നിസ്സംശയം വേദത്തിലെത്തും, ഋഷിമാരിലെത്തും. അപ്പോൾ ഋഷിമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കടം രണ്ട് കടായിട്ടുവാ. പിതൃക്കളോടുള്ള കടം, ഋഷിമാരോടുള്ള കടം. നോക്കൂ, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ എത്രയെത്ര പ്രകൃതി ശക്തികളോട് കടപ്പെട്ടിട്ടുണ്ട്. വായുവിനോട്, വെള്ളത്തിനോട്, സൂര്യനോട്, ചന്ദ്രനോട്, ഭൂമിയോട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നത്. എണ്ണി പറഞ്ഞാൽ തീരില്ല. ഓരോ പ്രാകൃതിക പ്രതിഭാസത്തിൻ്റെയും പിന്നിലുള്ള അധിനിയമത്തിന് നമ്മൾ ദേവതകൾ എന്ന് പറയും. ദേവത. അപ്പൊ അനേക ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ദേവതകളോട് കടപ്പെട്ടിട്ടുണ്ട്. 3 കടായിട്ടുവോ? ആരെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടോ? ഇല്ല. ഈ മനുഷ്യ സമൂഹത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കൊടുത്തും കൊണ്ടും ആദാനപ്രദാനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എൻ്റെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റോരോ വ്യക്തിയുടെയും തന്നെ വാക്കും പ്രവൃത്തിയും ചിന്തയും എന്നെയും സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടും കഴിയുന്ന മാനവിക സമൂഹത്തോട് നമുക്ക് കടമുണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുവോ? കടം 4. ഇനി ലിസ്റ്റ് കൂടുവോ? ഒന്നും കൂടി പറയാണ്ട് വയ്യ. ഈ പ്രകൃതിയിലെ എത്രയോ ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, നമ്മുടെ ഞാൻ എന്നൊക്കെ പറയണ്ടല്ലോ ഈ ശരീരത്തെ കൊണ്ട്. ഈ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് ജന്തുക്കൾ താമസിക്കുന്നുണ്ട്. ട്രില്യൺ കണക്കിന്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മഭാഗം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി ജീവികളാ കുട്ടികളും കുടുംബവുമായിട്ട് താമസിക്കണത്. നമ്മുടെ മുഖത്ത്, കണ്ണിൽ, ചെവിയിൽ, ത്വക്കിൽ, എല്ലായിടത്തും മുഴുവൻ. അവരില്ലാച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലായിടത്തും, അകത്തും പുറത്തും ഒരുപോലെ. നമ്മുടെ വയറിലൊക്കെ എത്ര കോടി ജീവികളാണുള്ളത്. അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല.
ഇതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് കോടിക്കണക്കിനുണ്ട് ഇതിൻ്റെ കൂടെ. ശ്രദ്ധിക്കുക. അപ്പം മറ്റു ഭൂതങ്ങൾ, അപ്പോൾ ഭൂതങ്ങളോടുള്ള കടം, ഇങ്ങനെ പ്രധാനമായിട്ട് 5 കടങ്ങളുണ്ട്. പിതൃക്കളോടുള്ള കടം, ഋഷിമാരോടുള്ള കടം, ദേവതകളോടുള്ള കടം, മനുഷ്യരോടുള്ള കടം, മറ്റു ഭൂതങ്ങളോടുള്ള കടം. ഇതില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. എനിക്കൊരു കടവും ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയാം. എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കടമുണ്ട് എന്ന് കേട്ടാൽ പിന്നെ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ഒരു കടമുണ്ട് എന്ന് കേട്ടു, എന്തായിരിക്കണം നമ്മുടെ ചിന്ത? എങ്ങനെയാ അത് കൊടുക്കാണ്ട് ഒഴിവാക്കുക? അല്ലെങ്കിൽ എനിക്ക് സബ്സിഡി കിട്ടുമോ? മൊറട്ടോറിയം ഉണ്ടാവുമോ? ഇല്ലേ? അല്ല, അതല്ല. പിന്നെ അതൊന്ന് വീട്ടി തീർക്കണം. മരിക്കണതിന് മുമ്പ് ഒന്ന് വീട്ടിൽ തീർക്കണം ഭഗവാനെ എന്നുള്ള ചിന്ത ഉണ്ടാവുക. അങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പൊ ഈ 5 കടവും വീട്ടണം. അതിനെന്താ വഴി? അതിനാണ് പഞ്ചമഹായജ്ഞം. പിതൃക്കളോട് പിതൃയജ്ഞം, ദേവതകളോട് ദേവയജ്ഞം, ഋഷിമാരോട് ഋഷിയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം, മറ്റ് ഭൂതങ്ങളോട് ഭൂതയജ്ഞം, മനുഷ്യരോട് മനുഷ്യയജ്ഞം. അപ്പം അത് ചെയ്യണമെന്ന് മനസ്സിലായി. എങ്ങനെ ചെയ്യും? അപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. നമുക്ക് പിതൃയജ്ഞം എടുക്കാം. എങ്ങനെയാ പിതൃയജ്ഞം? പിതൃയജ്ഞം തർപ്പണമാണ്. ഇപ്പൊ ദിവസവും തർപ്പണം ചെയ്യണം കേട്ടോ. എൻ്റെ സ്വാമി വേണമെന്നുണ്ട്, അതിന് അമ്മയൊന്ന് മരിച്ചു കിട്ടണ്ടേ, എന്നിട്ട് വേണ്ടേ തർപ്പണം ചെയ്യാൻ? അല്ലേ? അച്ഛനൊന്ന് മരിച്ചു കിട്ടണ്ടേ, എന്നിട്ട് വേണ്ടേ തർപ്പണം ചെയ്യാൻ? വേണ്ട. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ കർമ്മമാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ കർമ്മം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ സേവിക്കുക. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ സേവിക്കുക, സ്നേഹിക്കുക, സേവിക്കുക. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക. ഇത് രണ്ടും വേണം. ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കൂല, അല്ലെങ്കിൽ തിരിഞ്ഞേ നോക്കൂ. മനസ്സിലായില്ല? നേർക്ക് നോക്കൂല എന്നർത്ഥം. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ കേമായിട്ട് പന്തലായി, അതായി ഇതായി, കസേരകളായി, പലഹാരങ്ങൾ, ഈ ദുഃഖം തീരാനുള്ള മരുന്നുകൾ. ദുഃഖം തീരാനുള്ള മരുന്നുകൾ. ഞാൻ ചോദിച്ചൊരു സ്ഥലത്ത് പോയിട്ടാ, നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ വന്ന, നീ കോലത്തിലിരിക്കുക. എൻ്റെ സ്വാമി, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട്, ദുഃഖം കൊണ്ട്, അത് തൽക്കാലത്തേക്കൊന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചത്, വേറെ ഒന്നിനല്ല. നോക്കണേ, ഒരു പ്രയോജനവും ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കണം. അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം. തുടർന്ന് അച്ഛൻ വരുന്നു. അത് ജീവിച്ചിരിക്കുമ്പോൾ അവരെ സേവിക്കാതെ മരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇത് ശ്രദ്ധിക്കുക. മറ്റൊന്നുകൂടി പറയട്ടെ, വളരെ ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ വളരെയധികം അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. എൻ്റെ കുഞ്ഞ് എന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? കള്ളം പറയരുതേ. എൻ്റെ കുഞ്ഞ് എന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയെ, ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കാന്ന് എത്ര പേര് ഓർമ്മിക്കാറുണ്ട്? അതെന്തിനാ സ്വാമി? ഞാൻ അവളെ പെറ്റതല്ലേ, ഞാൻ അവനെ പെറ്റതല്ലേ, അവനെന്നെ സ്നേഹിക്കണ്ടേ? അങ്ങനെ സ്നേഹിക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും കാണണം നമ്മുടെ മക്കൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സേവിക്കുന്നത് നമ്മുടെ മക്കളും കാണണം. പോരാ, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത് അവരറിയണം.
ഇത് ഓരോ തലമുറയും മാതൃക കാണിക്കുമ്പോഴാണ് അടുത്ത തലമുറ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. ഇത് ശ്രദ്ധിച്ച തരക്കേടില്ല. ഇല്ലെങ്കിൽ നമ്മുടെ നാടും എന്താവും എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രഭാഷണം കഴിഞ്ഞ് പരിപാടി സ്ഥലത്ത് നടന്ന് ഒരു കാറ് കയറുകയാണ്. അപ്പോൾ കാർ ഓടിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പാർക്കിംഗ് സ്ലോട്ടാണ്. അവിടെ എതിർവശത്ത് വേറൊരു കാർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വളരെ വൃദ്ധനായ ഒരാൾ വേച്ച് നടന്നു വന്നിട്ട് അയാളും കയറുന്നുണ്ട്. അപ്പോൾ ഇയാൾ അയാളോട് പറഞ്ഞു ഹായ്, അയാൾ ഇയാളോടും പറഞ്ഞു ഹായ്. സന്തോഷം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇയാൾ പറയുക അതെൻ്റെ അച്ഛനായിരുന്നു, ദാറ്റ് വാസ് മൈ ഫാദർ. അത് തമാശ, കള്ളമല്ലത്, ഉള്ള പോലെ പറയുക. ഇത് അമേരിക്കയിലാണ് സംഭവം. ദാറ്റ് ഈസ് മൈ ഫാദർ. ദാറ്റ് ഈസ് മൈ ഫാദർ പോലും അല്ല, ദാറ്റ് വാസ് മൈ ഫാദർ. ശ്രദ്ധിക്കുക. ഈ അവസ്ഥയിലേക്ക് നമ്മളെ നാട് പോണോ? ഒരു കുഴപ്പമില്ല. അല്ലേ, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കണം. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. പോരാ, അത് നമ്മൾ ചെയ്യുന്നത് അടുത്ത തലമുറ കാണണം. എല്ലാവരും ശ്രദ്ധിക്കുക, നിർബന്ധമാണ്. ഇതാണ് പിതൃയജ്ഞം. എന്നും ചെയ്യണം, മുടക്കരുതേ, എന്നും ചെയ്യണം. ഓരോ നമ്മുടെ ദിവസം അമ്മയെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങിക്കൂടെ? അച്ഛനെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങിക്കൂടെ? ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീടുകളുടെ അന്തരീക്ഷത്തിൽ എത്ര മാറ്റം വരും.